പൗർണമി തിങ്കൾ. രചന അവതരണം മിത്രവിന്ദ. അടുത്ത ദിവസം കാലത്തെ തന്നെ അലോഷി ഉണർന്നു. പൗമി അപ്പോഴും ഉറക്കത്തിൽ തന്നെ. വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷായി വന്നിട്ട് നേരെ പള്ളിയിലേക്ക് പോയി. പൗമി എഴുന്നേറ്റാൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണമെന്ന് മമ്മിയെ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് അവൻ പോയത്. അയ്ത്താരയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് കുറേ നേരം അവൻ പ്രാർത്ഥിച്ചു. എങ്കിലും മനസ്സ് സ്വസ്ഥമായിരുന്നില്ല. പലവിധ ചിന്തകളിൽ ഉയരുകയാണ്. അപ്പോഴും അവൻ്റെ ഹൃദയം പൗമി നേരെയായി വരണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നും ഇറങ്ങിയിട്ട് പപ്പയുടെ കുഴിമാടത്തെങ്കിലോട്ട് പോയി. പപ്പയോട് കാര്യങ്ങളെല്ലാം അവൻ അവതരിപ്പിച്ചു. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. എൻ്റെ പപ്പ കൂടെയുണ്ടെന്ന് എനിക്കറിയാം. എല്ലാം ശരിയാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. പപ്പയുടെ പ്രാർത്ഥന എപ്പോഴും എനിക്ക് വേണം കേട്ടോ. അലോഷിയുടെ മിഴികൾ നിറഞ്ഞു. അലോഷി, പിന്നിൽ നിന്നും ഒരു വിളിവെച്ച്. ആ, ജോസങ്കിൾ, എന്തൊക്കെയുണ്ട് വിശേഷം? പരിചയത്തിലുള്ള ഒരാളെ കണ്ടപ്പോൾ അവൻ കണ്ണു തുടച്ചുകൊണ്ടിറങ്ങി അയാളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഇത്തിരി നേരം കുശല പ്രശ്നങ്ങളൊക്കെ നടത്തി. തിരികെ അലോഷി വീട്ടിലെത്തിയപ്പോൾ പൗമി ഉറക്കത്തിൽ തന്നെയാണ്. മമ്മി സെറ്റിയിലിരിപ്പുണ്ട് എന്നത്തെയും പോലെ പപ്പയുടെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട്. അന്നമ്മ ചേച്ചി അടുക്കളയിൽ തിരക്കിട്ട പണികളിലാണ്. അവരോട് ഓരോ ചായ മേടിച്ചുകൊണ്ട് മമ്മിയുടെ അരികിൽ വന്നിരുന്നു. ഇതാ മമ്മി, ഇത് കുടിക്ക്. അവൻ ഒരു ഗ്ലാസ് ചായ അവർക്ക് നേർക്ക് നീട്ടി. എപ്പോഴത്തേക്കാണ് മോനെ പോകേണ്ടത്? 9 മണിയോടെ ഇറങ്ങാമെന്ന് കരുതിയാണ്. മമ്മി കുറച്ച് ദിവസത്തേക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ പപ്പയുടെ വീട്ടിലേക്ക് ആക്കി തരട്ടെ? ഞാനിവിടെ നിന്നോളാം. അന്നമ്മ ചേച്ചി ഉണ്ടല്ലോ, അത് മതിയിടാ. പിന്നെ ഒരുപാട് ദൂരത്തേക്കൊന്നും അല്ലല്ലോ പോകുന്നേ. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ നിന്നെ വിളിക്കാം. മമ്മിയെ തനിച്ചാക്കി പോകുന്നതിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, സങ്കടമുണ്ട്. പക്ഷേ ഇതിപ്പോൾ എൻ്റെ മുന്നിൽ വേറൊരു വഴിയുമില്ല മമ്മി, അതുകൊണ്ടാ. സാരമില്ല, നീ വിഷമിക്കണ്ട. പോയിട്ട് വാടാ, എല്ലാം നേരെയാകും. ആൻസി മകനെ നോക്കി മറുപടി പറഞ്ഞു. ചായ കുടിച്ചിട്ട് അലോഷ മുറി വന്നപ്പോൾ പൗമി പതിയെ ഉറക്കം തെളിഞ്ഞു വരുന്നുണ്ട്. പൗമി കൊച്ചേ, അവൻ്റെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൾ മുഖം തിരിച്ചു. ഇച്ചായൻ എവിടെ പോവാ? ഒറ്റ കുതിപ്പിന് അവൾ ചാടി എഴുന്നേറ്റു. പോകുമല്ലടി, ഞാനേ പള്ളിയിൽ പോയിട്ടിപ്പോൾ വന്നതാ. എന്നിട്ടെന്താ എന്നെ കൊണ്ടുപോകാഞ്ഞത്? ഞാൻ പിണങ്ങി, മിണ്ടില്ല. മുഖം വീർപ്പിച്ച് അവൾ അലോഷയെ നോക്കി. എടാ, ഇച്ചായൻ പള്ളിയിൽ പോയ സമയത്തേ എൻ്റെ കൊച്ചു നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ടല്ലേ വിളിക്കാഞ്ഞത്? അപ്പോഴേക്കും ഇച്ചായനോട് പിണങ്ങിയല്ലേ? എന്നാൽ പിന്നെ ഇച്ചായനും ഇനി മിണ്ടുന്നില്ല. ടീഷർട്ട് ഊരി മാറ്റി മറ്റൊരെണ്ണം ധരിക്കുകയാണ് അലോഷി. ഇച്ചായൻ പറഞ്ഞതും പൗർണമിക്ക് സങ്കടം കൂടി. ഓടി വന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ച് ഒരു ചിരിയോടെ അവൻ തിരിച്ചു. പള്ളിയിൽ കൊണ്ടുപോകാത്തതിന് ഇച്ചായനോട് പിണക്കമല്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്കേ മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. കൊച്ചു പെട്ടെന്ന് റെഡിയായിക്കേ. മറ്റൊരു സ്ഥലമോ? അതേതാ? ആ, അങ്ങനൊരു സ്ഥലമുണ്ട്. സർപ്രൈസാണ്. നമ്മൾ രണ്ടാളും കൂടി കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടുന്ന് പോകും. എവിടെയാ ഇച്ചായ? പറയുന്നുണ്ടോ? പറയാം, എല്ലാം പറയാം. ആദ്യം കൊച്ചു വാ, നമുക്ക് ബ്രഷ് ചെയ്ത് കുളിച്ചിട്ട് വരാം. അലോഷി അവളോട് മാറാനുള്ള വേഷമെടുത്തു. എന്നിട്ട് നേരെ അവളെയും ചേർത്ത് കുളിക്കുവാൻ വേണ്ടി പോയി. പൗമിയെ പല്ല് തേച്ച് കുളിപ്പിച്ചിട്ട് ഇറക്കിക്കൊണ്ട് വന്ന് അലോഷി അവളുടെ മുടിയെല്ലാം തോർത്തി വെള്ളം ഒപ്പിക്കളഞ്ഞു. എന്നിട്ട് ഇത്തിരി പൗഡറൊക്കെ ഇട്ടുകൊടുത്ത് അവളെ ഒരുക്കി റെഡിയാക്കി. പൊട്ടും കുത്തി കണ്ണു എഴുതി അവളെ അണിയിച്ചൊരുക്കി. ഒക്കെ കാത്തൂൻ്റെ സാധനങ്ങളാണ്. ഒരു ദിവസം പൊട്ടുവെച്ച് കൊടുത്തപ്പോൾ പൗമിക്ക് ഒരുപാട് സന്തോഷം. അതിൽ പിന്നെ അലോഷി എന്നും ഇങ്ങനെയൊക്കെ ചെയ്യും. മമ്മി, അലോഷി അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും എടുത്തുകൊണ്ട് അവരുടെ റൂമിലേക്ക് ചെന്നു. മോനെ, ചായ കുടിച്ചതുകൊണ്ട് ഇപ്പം തീരെ വിശപ്പില്ലടാ. നിങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. അലോഷി ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും മമ്മി പിന്നീട് മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൻ പൗമിയും കൂട്ടിയിരുന്ന് കഴിച്ചു. പൗമിയാണെങ്കിൽ മമ്മിയെ ഒളി കണ്ടിട്ട് നോക്കുന്നുണ്ട്. തലേദിവസം മമ്മി കുറേ ദേഷ്യപ്പെട്ടതുകൊണ്ട് പൗമിക്ക് പേടിയാണ്. അതുകൊണ്ട് അവരുടെ അരികിലേക്ക് പോലും അവൾ പോയിരുന്നില്ല. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉദ്ദേശിച്ചതുപോലെ തന്നെ 9 മണിക്ക് അലോഷി അവൻ്റെ പൗർണമിയും കൂട്ടി മമ്മിയോടും അന്നമ്മ ചേച്ചിയോടും യാത്ര പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. വീട്ടിൽ നിന്ന് ഏകദേശം 3-3.5 മണിക്കൂർ യാത്ര, അത്രയുമുണ്ട്. എന്നാലും റോഡൊക്കെ നല്ലതായതുകൊണ്ട്
വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് എത്തിച്ചേരും. ഇച്ചായ, എന്നാടാ പൗമിക്കൊച്ചേ, എനിക്ക് ഐസ്ക്രീം വാങ്ങിത്തരുമോ? പിന്നെന്താ, തരാമല്ലോ. എന്നാൽ വണ്ടി നിർത്തിക്കേ. ഇപ്പം വേണോ? ഇപ്പം കഴിച്ചാലേ ചീത്തയാ. ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറും, എന്നിട്ട് ഇച്ചായം വാങ്ങിത്തരാം. അതുപോരെ? പനി പിടിച്ചാൽ പിന്നെ എന്തു ചെയ്യും? ഹോസ്പിറ്റലിൽ പോകണ്ടേ? മെഡിസിനൊക്കെ കഴിക്കേണ്ടി വരുമെന്നേ. ഉച്ചയ്ക്ക് മേടിച്ച് കഴിക്കാം. എന്തേ? മതി. അവൾ തലയാട്ടി. ആ, ഗുഡ് ഗേൾ. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. 1 മണിക്കൂർ യാത്ര കഴിഞ്ഞപ്പോൾ പൗർണമി ഉറങ്ങിപ്പോയിരുന്നു. ആ സമയത്താണ് ബാബുരാജ് വിളിക്കുന്നത്. അയാളോട് അലോഷി പറഞ്ഞു ആ യാത്രയുടെ കാര്യങ്ങൾ. പുറപ്പെട്ടോ എന്നറിയാൻ വേണ്ടി അയാൾ വിളിച്ചതാണ്. സംസാരിച്ച ശേഷം ഫോൺ കട്ടാക്കിയിട്ട് അലോഷി തൻ്റെ പൗർണമിയെ ഒന്ന് നോക്കി. 15 ദിവസം, അതൊന്നും പെട്ടെന്ന് കഴിഞ്ഞു പോകാനായിരുന്നു അവൻ ഒരുപാട് ആഗ്രഹിച്ചത്. തൻ്റെ പൗമി സാധാരണ നിലയിലേക്ക് എത്തിച്ചേരുന്നത് സ്വപ്നം കണ്ടായിരുന്നു പിന്നീടുള്ള അവൻ്റെ യാത്ര. ഹോസ്പിറ്റലിൽ നിന്നും ഏതോ ഒരു സ്റ്റാഫും കൂടി അലോഷിയെ വിളിച്ചു. അവർ എവിടെ എത്തിയെന്നറിയാൻ വേണ്ടിയായിരുന്നു. അലോഷി സ്ഥലത്തിൻ്റെ പേരും വിവരങ്ങളുമൊക്കെ പറഞ്ഞു കൊടുത്തു. ഫുഡ് പുറത്തുനിന്ന് കഴിക്കേണ്ടെന്നും ഇവിടെ വന്നിട്ട് കഴിക്കാമെന്നുമൊക്കെ അവർ അലോഷിയോട് പറഞ്ഞു. ആ സമയത്ത് തന്നെ കാത്തുവും ഹെലനുമൊക്കെ അവനെ വിളിക്കുന്നുണ്ട്. എല്ലാം നല്ലതിനാണെന്നും പഴയ പൗർണമിയെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുമെന്നും ഇച്ചായൻ ധൈര്യമായിട്ട് പോയിട്ട് വരൂ എന്നുമൊക്കെ പറഞ്ഞ് അവർ രണ്ടാളും അലോഷിയെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളോടെ അലോഷിയുടെ വണ്ടി ചെന്ന് ഉപാസനയുടെ മുന്നിൽ നിന്നു. ഏക്കർ കണക്കിന് വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ കെട്ടിട സമുച്ചയമായിരുന്നു ഉപാസന. ഗേറ്റ് കടന്നകത്തേക്ക് കയറിയതും മറ്റൊരു അറ്റ്മോസ്ഫിയർ പോലെ അലോഷിക്ക് തോന്നി. മെയിൻ എൻട്രൻസിൻ്റെ അവിടെ നിന്നും ഏകദേശം 10-20 മീറ്ററോളം ഉള്ളിലേക്ക് കയറി വരണം. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ വിശാലമായി ഒരുക്കിയിട്ടുണ്ട്. സെക്യൂരിറ്റി കാണിച്ച സ്ഥലത്തേക്ക് അലോഷി വണ്ടി ഒതുക്കി നിർത്തി. എന്നിട്ട് അവനായിരുന്നു ആദ്യം ഇറങ്ങിയത്. ഒരുപാട് ഫലവൃക്ഷാദികൾ നിറഞ്ഞ ഒരു സ്ഥലം. നിറയെ പൂക്കളും കായ്കളും പഴങ്ങളും ഒക്കെ കൂടി വല്ലാത്തൊരു സുഗന്ധപൂരിതമായ സ്ഥലം. അലോഷി അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഒരു നിമിഷത്തേക്ക് നിന്നു. സാർ, നമസ്കാരം. സെക്യൂരിറ്റി ജീവനക്കാരൻ ഭവ്യതയോടെ അലോഷിയെ നോക്കി. ആ, നമസ്കാരം ചേട്ടാ. ഡോക്ടർ കിരൺ മാത്യുവിനെ കാണാൻ വന്നതാണ് ഞങ്ങൾ. വരൂ സാർ, ഡോക്ടർ ഒ പിയിലുണ്ട്. ഞാനീ വൈഫിനെ ഒന്ന് വിളിക്കട്ടെ. എടാ പൗമിക്കൊച്ചേ, ഇറങ്ങി വന്നേ, നമ്മുടെ സ്ഥലം എത്തി കേട്ടോ. അലോഷി വിളിച്ചപ്പോൾ പൗർണമി കണ്ണൊന്ന് തുറന്നു. ഇച്ചായ, ഇതെവിടെയാ? എല്ലാം പറയാം, പൗമി ഇറങ്ങി വന്നേ. ഞാൻ മടുത്തു. ഇച്ചായൻ എന്തിനാ എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചത്? കഷ്ടമുണ്ട് കേട്ടോ. പൗമി അവനെ നോക്കി മുഖം വീർപ്പിച്ചു. ദേ, പൗർണമിയെ കാണാനായി 2 പേര് നോക്കിയിരിക്കുക. നമുക്ക് അവരെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് വന്നാലോ? അതാരാ? ഒക്കെ പറയാം, ഇറങ്ങി വന്നേ. ഇച്ചായൻ്റെ കൊച്ചു പറഞ്ഞാൽ അനുസരിക്കില്ലേ? അലോഷി അവളെ പിടിച്ചിറക്കി. എന്നിട്ട് മിനറൽ വാട്ടറിൻ്റെ ഒരു ബോട്ടിലെടുത്തിട്ട് അതുപയോഗിച്ച് പൗർണമിയുടെ മുഖമൊക്കെ നന്നായി കഴുകി കൊടുത്തു. എന്നിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ ഒപ്പം കിരൺ ഡോക്ടറെ കാണുവാനായി നടന്നു. ഒരുപാട് റൂമുകളൊന്നും തന്നെ ഇല്ലെന്ന് അലോഷിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കാര്യമായ കെയറിങ് പൗർണമിക്ക് കിട്ടുമെന്ന് അവന് തോന്നി. പല തരത്തിലുള്ള ആയുർവേദ മരുന്നുകളുടെ മണം അവൻ്റെ നാസികയിലേക്ക് തുളച്ചു കയറി. പൗർണമിയാണെങ്കിൽ ചുറ്റിനും നോക്കിക്കൊണ്ട് അലോഷിയുടെ കയ്യും പിടിച്ച് അകത്തേക്ക് നടന്നു. കാവി മുണ്ടും ഇളനീല നിറമുള്ള ഷർട്ടും അണിഞ്ഞ് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരു വശത്തായി ക്രമീകരിച്ചിരിക്കുന്ന സിമൻറ്റ് ബെഞ്ചിൽ ഇരിക്കുകയാണ്. അയാളുടെ അടുത്തേക്കാണ് തങ്ങൾ നടന്നു ചെല്ലുന്നതെന്ന് അലോഷിക്ക് മനസ്സിലായി. ഫോണിലാണെങ്കിൽ കുറേയേറെ തിരഞ്ഞായിരുന്നു കിരൺ ഡോക്ടർ മുഖമൊന്ന് കാണുവാൻ. പക്ഷെ ഒന്നും ലഭിച്ചില്ല. വാട്സപ്പിലെ പ്രൊഫൈൽ പിക്ചറും നോക്കി. ഉപാസനം എന്ന ഹോസ്പിറ്റലിൻ്റെ പേര് മാത്രമാണ് കണ്ടത്. എന്നാൽ പിന്നെ ആളെ ഇവിടെ വന്നിട്ട് നേരിട്ട് കാണാമെന്ന് കരുതി. ഇതിപ്പോൾ ഈ മനുഷ്യൻ ആരാണ്? അലോഷി ഓർത്തുകൊണ്ട് നടന്നു ചെന്നു. ഹലോ, അലോഷി സാറേ. ഡോക്ടർ കൈ കാണിച്ചു. ഇത് തന്നെയാണ് ആളെന്ന് അവൻ അപ്പോഴേക്ക് ഉറപ്പിച്ചു. അവർ രണ്ടാളും അടുത്ത് വന്നതും കിരൺ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് അലോഷിക്ക് കൈ കൊടുത്തു. ഗുഡ് ആഫ്റ്റർനൂൺ അലോഷി. അയാൾ ചിരിയോടെ അലോഷിയുടെ കയ്യിൽ പിടിച്ച് കുലുക്കി. ഞാനാണ് കിരൺ മാത്യു. നമ്മൾ തമ്മിലായിരുന്നു സംസാരിച്ചത്. ഓക്കെ, എനിക്ക് മനസ്സിലായി ഡോക്ടർ.
തിരക്കിലായിരുന്നോ? ഏയ്, അധികം ആളുകളൊന്നും ഇല്ലടോ ഇവിടെ. ഒരുപാട് പേരെ കുത്തി നിറച്ച് ഒന്നും അല്ലാതാക്കി തീർക്കുന്നതിലും നല്ലത് ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തോന്നി. പൗർണമിയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ കിരൺ ശ്രമിച്ചപ്പോൾ അവൾ അലോഷിയുടെ അടുത്തേക്ക് പതുങ്ങിക്കൂടി. ഇതാരാ, അലോഷിയുടെ ഭാര്യയാണോ? കിരണിൻ്റെ ആ ചോദ്യം അവൾക്ക് നന്നേ ബോധിച്ചു. അതേന്ന് അവൾ തലകുലുക്കി. ഞാൻ അലോഷിയുടെ ഫ്രണ്ടാണ് കേട്ടോ, നമുക്ക് പിന്നെ ഡീറ്റെയിലായി പരിചയപ്പെടാം. അവൻ പറഞ്ഞതും പൗർണമി തലകുലുക്കി. അലോഷി, രണ്ടാളും ഇത്രയും ദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ? ചെന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക. എന്നിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമുക്ക് കാണാം. ശരി സാർ, അലോഷി സമ്മതിച്ചു. വന്ദന, കിരൺ പേരെടുത്ത് വിളിക്കുന്നത് കേട്ട് ഒരു പെൺകുട്ടി കൂടി ഇറങ്ങി വന്നു. ഇവരെ രണ്ടാളെയും റൂമിലേക്കൊന്ന് ആക്കി കൊടുക്കണം കേട്ടോ. ഓ സാർ. വന്ദനയായിരുന്നു അലോഷിയെയും പൗർണമിയെയും കൂട്ടിക്കൊണ്ടു പോയത്. 4-5 കോട്ടേജുകൾ അവിടെ ഇവിടെയായി ക്രമീകരിച്ചിരിക്കുന്നത് അവൻ കണ്ടു. അതിൽ ഒരിടത്തേക്കായിരുന്നു അവർക്ക് താമസിക്കുവാനുള്ള സൗകര്യം റെഡിയാക്കിയത്. ഒരു വലിയ മുറിയും അതിനോട് ചേർന്ന് മറ്റൊരു മുറിയും കൂടിയുണ്ട്. പിന്നെ ബാത്റൂമും. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അലോഷിക്ക് ഒരുപാട് ഇഷ്ടമായി അവിടെ. പൗർണമിയോട് അവളുടെ പേരെന്താണെന്നൊക്കെ വന്ദന ചോദിക്കാൻ ശ്രമിച്ചു. എങ്കിലും പൗർണമി ഒന്നും മിണ്ടാതെ അലോഷിയെ പറ്റിച്ചേർന്ന് കുനിഞ്ഞു നടക്കുകയാണ്. ദേ, ഇതാണ് പൗർണമിയുടെ വീട്, ഇഷ്ടായോ? വന്ദന പറഞ്ഞപ്പോൾ പൗർണമി ഒന്ന് മുഖമുയർത്തി നോക്കി. ഇവിടെ ആരൊക്കെയാണ് താമസിക്കുന്നത്? പൗർണമിയും പൗർണമിയുടെ ഇച്ചായനും. അതല്ലേ പൗർണമിക്ക് ഇഷ്ടം? അവൾ ഒന്ന് മൂളി. എന്നാലേ ഇനി കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ രണ്ടാളും മാത്രമുള്ളൂ ഇവിടെ, വേറെ ആരും ഇല്ല കേട്ടോ. മമ്മി വരുമോ? ഇല്ലല്ലോ, മമ്മി നാട്ടിലെ വീട്ടിലാണല്ലോ, ഇങ്ങോട്ട് വരാൻ വഴിയറിയില്ല. അച്ഛനും അമ്മയോ? വരില്ല. അവരെയൊക്കെ കാണണമെന്ന് പൗർണമിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്. പെട്ടെന്ന് തിരിച്ചു പോകാം കേട്ടോ. ഇപ്പം തൽക്കാലം നല്ല കുട്ടിയായിട്ട് അവിടെ ഇരുന്നു. മേലൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി വന്ന ശേഷം ഞാൻ ഫുഡ് കൊണ്ടുവന്ന് തരാം. പൗർണമി മൂളി. പൗർണമിക്ക് വിശക്കുന്നുണ്ടോ? വന്ദന പിന്നെയും ചോദിച്ചു. ഇല്ല, ചെറുതായിട്ടുള്ളൂ. ആണോ? എന്നാലേ ഈ വേഷമൊക്കെ മാറി മിടുക്കിയായിട്ട് നിന്നു. ചേച്ചി പെട്ടെന്ന് വരാമേ. പൗർണമി ഇക്കുറി ശക്തമായി തലകുലുക്കി. വന്ദന സിസ്റ്റർ അലോഷിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഫുഡ് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് നടന്നുപോയി. വളരെ നല്ലൊരു സിസ്റ്ററാണെന്ന് അവന് തോന്നി. പേഷ്യൻറ്റിനോട് ഇടപെടേണ്ട നയമൊക്കെ അവർക്ക് വ്യക്തമായിട്ടറിയാം. പൗർണമി സാധാരണ അപരിചിതരെ കാണുമ്പോൾ വയലൻ്റ് ആകുന്നതാണ്. എന്നാൽ കിരൺ ഡോക്ടറെയും വന്ദനയുമൊക്കെ അവൾക്ക് ഇഷ്ടമായി എന്ന് അവന് മനസ്സിലായി. അകത്തേക്ക് കയറി വാതിലടിച്ച് കുറ്റിയിട്ട ശേഷം അലോഷി ബാഗ് തുറന്നിട്ട് പൗർണമിക്ക് മാറി ധരിക്കാനുള്ള ഡ്രസ്സ് എടുത്തു. എന്നിട്ട് അവളെയും കൂട്ടി വാഷ്റൂമിലേക്ക് പോയി. ദേഹം കഴുകി വന്ന ശേഷം അവൾ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ മാറ്റി മറ്റൊന്ന് ധരിപ്പിച്ചു. മുടിയൊക്കെ നന്നായി ഒതുക്കി ചീവി വെച്ചു കൊടുത്തു. എടാ പൗമി, ഇഷ്ടായെന്ന് നോക്കിയേ. അലോഷി ചുവരിലെ ചെറിയ നീല കണ്ണാടിയിലേക്ക് പൗർണമിയുടെ മുഖം കാണിച്ചു. ആയി, അവൾ മെല്ലെ പറഞ്ഞു. തുടരും. എൻ്റെ മോന് ചെറിയ പനിയാണ് കേട്ടോ. ചെറുതല്ല, അത്യാവശ്യം നല്ല പനിയാണ്. അപ്പോൾ അവനൊന്ന് വീണ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ബോൾ വന്നിട്ട് മറ്റൊരു കുട്ടി കളിച്ചപ്പോഴേ ബോൾ വന്ന് തലക്കിട്ടടിച്ച് അവൻ വീണു. ഞങ്ങൾ ഹോസ്പിറ്റലിലാണേ. കുറഞ്ഞതൊരു 5-6 ഡേയ്സെങ്കിലും എടുക്കും ഇവിടുന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ സ്റ്റോറി ഇടാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുക കേട്ടോ. മറ്റൊന്നും ഓർക്കല്ലേ, ഞാൻ ഡെയിലി തന്നുകൊണ്ടിരുന്ന ആളല്ലേ. എത്ര വയ്യെങ്കിലും ഞാൻ സ്റ്റോറി ഇടുന്നതായിരുന്നു. ഇന്നിപ്പം എനിക്ക് വേറൊരു മാർഗ്ഗമില്ല കേട്ടോ. എന്താ പറയണ്ടേന്ന് പോലും അറിയില്ല. കുഞ്ഞിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണേ. എന്നാൽ ശരി കേട്ടോ.